ഹായ് ഹലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പൂതിയായിരിക്കും കേട്ടോ. പക്ഷെ ഭയങ്കര മടി പിടിക്കും കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഒരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ. ഒന്നാമത് അരി വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണ ഞാൻ കുറേ നേരം നിന്നിട്ട് പിന്നെ മക്കളെ പോയി വിളിച്ചിട്ടോ മദ്രസ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് ഇതാക്കണ നല്ല ക്രീം ബന്നും പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ടോ. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ എന്തായാലും എന്നാൽ അവർ പോയതിൻ്റെ ശേഷം പിന്നെ എന്നാൽ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. കാരണം കുറേ നേരം ബോധമില്ലാതെ കുറേ നേരം നിന്നിട്ടോ എന്തുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താക്കി എന്നാൽ പത്തിരിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഈ പത്തിരിയാണെങ്കിൽ ഭയങ്കര ഇടങ്ങേറടിച്ച പരിപാടിയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താക്കും അങ്ങനെ പൊടി ഇട്ടുകൊണ്ടൊന്നും ഇപ്പോൾ അങ്ങനെ പത്തിരി ഉണ്ടാക്കല്ലോ. വേഗം പ്രസ്സൊന്നാണ്ട് വരുത്തും. പിന്നെ എന്ത് ചെയ്യും, അത് എണ്ണ ആക്കിയിട്ട് അപ്പോൾ ചട്ടിയിൽ അങ്ങനെ ഇട്ടുണ്ടാക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കണ കുക്കറിൽ ഞാൻ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് മോനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതും വാട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്തതിൻ്റെ കിട്ടിയവനാണ് കേട്ടോ. എനിക്കാകെ ഒരു പത്തിരി ഉണ്ടാക്കലും പിന്നെ എന്താ പറയുക ചോറും ഇതൊക്കെ വെക്കല അങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ കറി അവരുണ്ടാക്കി, പിന്നെ ഉള്ളി കൂട്ടാനുണ്ടല്ലോ അതും അവരുണ്ടാക്കി കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു പണി വലിയൊരു പണിയായിരുന്നു, അതങ്ങോട്ട് ഒഴിഞ്ഞ് കിട്ടിട്ടോ. അങ്ങനെ ഇതാ കടലക്കറി ഇവിടെ വറവിട്ട് വെച്ചിരിക്കണം. ഇനി എന്താണെന്ന് വെച്ചാൽ ഉള്ളി കൂട്ടാനും ഇവിടെ റെഡി ആക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ ചോറ് തിളക്കുമ്പോൾ എന്താക്കുക, റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചാൽ ആ ഒരു പണിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പത്തിരി ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എൻ്റെ കിട്ടിയതിൻ്റെ പണി എന്തായിരുന്നെന്ന് അറിയാം. ഈ ഒരു പാട്ട് ബോക്സ് എടുത്തുങ്ങാണ്ട് അടുക്കളയ്ക്ക് വെച്ചിട്ട് എന്നിട്ട് പാട്ടും കേട്ടുങ്ങാണ്ട് എൻ്റെ പാചകം തുടങ്ങിക്കോന്നും പറഞ്ഞാണ് കേട്ടോ. അനക്ക് വർത്തമാനത്തിനൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ചേതാണ്ട് ഇട്ടുങ്ങാണ്ട് ഈ എന്താക്കിക്കോ എൻ്റെ പണിയാൾ അങ്ങനെ തുടങ്ങിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല രസം കേട്ടോ, പാട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മളെ നേരമൊന്നും പോകുന്നത് അറിയണില്ല കേട്ടോ. സംഭവം നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഇപ്പോൾ എന്തായാലും രാവിലെ തന്നെ തലയിൽ നല്ല ഐഡിയ എത്തിച്ചുകൊണ്ട് പിന്നെ നല്ല പാട്ടും കേട്ടിട്ട് പാചകമൊക്കെ ചെയ്യുമ്പോൾ നല്ല ഉഷാറായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാക്കണം, പിന്നെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും പിന്നെ നമ്മൾ കൂടെ വന്നങ്ങാണ്ട് വേഗം എടുക്കും കേട്ടോ. എന്താ വെച്ചാൽ പണി കുറച്ച് കുറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, ഫുള്ള് പണി ഞാൻ അടുത്തൊന്നും പറഞ്ഞുകൊണ്ട് നടക്കും കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ മുത്തുമോനെ കണ്ടില്ലേ പറഞ്ഞേക്കാനായിട്ടോ. അങ്ങനെ പിന്നെ അവനെ എണീപ്പിച്ച് എന്താക്കി അവൻ്റെ കുളി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവനക്ക് ചായയും കടിയും കൊടുക്കാനായിട്ടോ. അങ്ങനെ ഇതാ ഓന് ചായയും കടിയൊക്കെ കുടിക്കണ്ടേ. പിന്നെ ഇതാക്കണേ നമ്മൾ ഉള്ളി കൂട്ടാനും ചോറ് കട്ടുന്നതും കൊണ്ടുപോകണത്. പിന്നെ എന്താ പറയുക, കടലക്കറി ആയതുകൊണ്ടോ പറഞ്ഞ് എനിക്ക് കറി വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം മുത്തുമോനും സെലിമ്പാടും ഇവിടെ പോകാനായിട്ടോ. അങ്ങനെ ഇതാ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ പിന്നെ ഇറങ്ങിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ കടയിൽ പോകണോണ്ടേ ഗെയിമൊന്നും അങ്ങനെ കളിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഒരു ഉത്സാഹത്തിൽ ഇപ്പോൾ അവിടെ മെനക്കെട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാക്കണം ഒരു രണ്ടാളും അങ്ങനെ പോയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതാ അടിച്ചു വരാനുണ്ട് കേട്ടോ. കാരണം അവരൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഞാൻ അടിച്ചു വരുന്നപ്പോഴേക്കും വെയിലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ 2 ദിവസം മുന്നേ മഴ പെയ്തുകൊണ്ട് പിന്നെ അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ വെയിലറച്ചാലും നമ്മൾ അടിച്ച് വരുമ്പോഴൊന്നും അധികം പൊടിയൊന്നും വരുന്നില്ല. പിന്നെ അധികം ചമ്മലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് കുറേ പിന്നെ പഴുത്ത ഇലകളും ഉണങ്ങിയ ഇലകളൊക്കെ പിന്നെ കൊഴിഞ്ഞാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം അങ്ങനെ അടിച്ച് കളയാനൊന്നുമില്ല കേട്ടോ. പിന്നെ അടിച്ച് കളയണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഇടങ്ങേറല്ലേ ഇങ്ങനെ മുറ്റത്ത് നോക്കുമ്പോൾ അതൊന്ന് അടിച്ച് വൃത്തിയാക്കി കളഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ പാത്രം അങ്ങനത്തെ ഒക്കെ കഴുകലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പം ഇനി 2 മക്കളും മദ്രസ വിട്ട് വരുമല്ലോ. പിന്നെ അപ്പോഴാട്ടോ ഞാനൊന്ന് ചായയൊക്കെ കുടിക്കുള്ളൂ കേട്ടോ. അതുവരെ പിന്നെ അങ്ങനെ ചായ ഒന്നും കുടിക്കില്ല. രാവിലെ ഞാനങ്ങനെ ചായ കുടിക്കാത്തതുകൊണ്ട് വെള്ളം കുടിക്കുക. എന്നാലും വെള്ളമൊക്കെ കുടിച്ചങ്ങാണ്ട് പിന്നെ ഞാനങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ. ഇനി അവരെങ്ങനെ കാത്തു നിൽക്കും. അപ്പോൾ അവർ ഏകദേശം വരുമ്പോഴേക്കും 10:30 കഴിയും കേട്ടോ. പിന്നെ എന്നിട്ടാണ് പിന്നെ ചായ കുടിക്കുള്ളൂ. പക്ഷേ ആ നേരമൊക്കെ ആകുമ്പോഴേ എനിക്കൊന്നും തന്നെ വിശക്കുള്ളൂ കേട്ടോ. കാരണം അങ്ങനെ ആദ്യം അങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ ഇതായതുകൊണ്ട് പിന്നെ അങ്ങനെ അത് ശീലമായി കേട്ടോ. പിന്നെ നേരത്തെ കുടിച്ചാൽ ആ സമയമാകുമ്പോൾ ചിലപ്പോൾ ഒരു വിശപ്പും വയറിൻ്റെ ഒരു കാളലൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ പറഞ്ഞു തന്നതിൻ്റെ അടിച്ചവരിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അതാ അടുത്തത് എന്താ വെച്ചാൽ അവരിങ്ങനെ ഏകദേശം വരാൻ സമയമായിട്ടോ. പിന്നെ ഞാനിതാക്കണേ പിന്നെ തുണികളൊക്കെ ഒന്ന് പുറത്തിടാനും അങ്ങനത്തേനൊക്കെ ഉണ്ടിട്ട് എനിക്ക് ആദ്യം എസ്റ്റേറ്റിൻ്റെ പാടിയിലായതുകൊണ്ട് ഒട്ടും സമയമില്ലായിരുന്നു കേട്ടോ. കാരണം ഏത് നേരം പണി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ വെള്ളം പിടിക്കലും രാവിലെ വെള്ളം പിടുത്തം, പിന്നെ അതേപോലെ ഉച്ചക്കോ വൈകുന്നേരം അങ്ങനെ എപ്പോഴാണ് വെള്ളം വരുന്നതെന്ന് വെച്ചാൽ അതിന് പിന്നെയും പിടിക്കണം, അങ്ങനെ സമയം ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ നമ്മൾ വേറെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലായതുകൊണ്ട് പിന്നെ മോട്ടറൊക്കെ ഇട്ടാൽ വെള്ളം ഉണ്ട് കേട്ടോ. മറ്റേത് ഭയങ്കര ഇടങ്ങേറായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏതായാലും അതിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഒത്തിരി വെള്ളത്തിന് ഇടങ്ങേറായിട്ടുണ്ട്. ആളുകൾ ആട്ടുന്നിപ്പൊക്കെ കേട്ടുങ്ങാണ്ടും അങ്ങനെ കുറേ ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണ് ഏതായാലും പിന്നെ വാടക കൊടുത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാടകയ്ക്ക് ഇപ്പോൾ ഒരു വീട് എടുത്തുകൊണ്ട് അങ്ങനെ മാറിയത് കേട്ടോ. ഇനിയിപ്പോൾ സ്വന്തം ഒരു വീടൊക്കെ ആവുന്നവരെ നമുക്ക് ഏതായാലും വാടക കൊടുത്തിട്ട് നിൽക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ മക്കൾക്കായാലും പിന്നെ നമുക്കായാലും ഇരിക്കാനും നിൽക്കാനൊക്കെ ഒരു സ്വസ്ഥത വേണമല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് മാറിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഇപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പിന്നെ കുറേയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ പറ്റുന്നുണ്ട്. മറ്റേത് നമുക്ക് അങ്ങനെ എവിടെയും വെച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ.
കാരണം എല്ലായിടത്തും സാധനങ്ങളൊരു നടക്കാനുള്ളൊരു ഇടവഴി മാത്രമുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പാടിയിൽ നിന്ന സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയ സ്റ്റാൻഡും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കണ. അതൊക്കെ വെച്ചിട്ടാട്ടോ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാറ് കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റക്കാവും, കാരണം എന്തെങ്കിലുമൊക്കെ വല്ല പിന്നെ ശരീരത്തിന് വയ്യായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ വീഡിയോ ഇടാതെ നിൽക്കൽ കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമല്ലോ. അതിൻ്റെ ഇടയിൽ കാലിനൊക്കെ നല്ല നീര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നീര് വന്നിട്ട് ഒത്തിരി ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്തൊരവസ്ഥ, നിസ്കരിക്കാൻ വയ്യ, ബാത്റൂമിൽ പോയിട്ട് ഇരിക്കാൻ വയ്യ, അങ്ങനെ ഒത്തിരി ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ എന്താ പറയുക, എന്താ ചെയ്യാന്നുള്ള, പിന്നെ ആകെ ഒരൊറ്റൊരു ഇടങ്ങേറും ബുദ്ധിമുട്ടും ഇല്ലാഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പിന്നെ നീങ്ങി കിട്ടിട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ സഹായത്തിന് തന്നെ മക്കളായാലും പിന്നെ കാക്കായാലും ഒക്കെ ഒത്തിരി സഹായം കേട്ടോ. അവരും കൊണ്ട് എപ്പോഴും എന്തിനും സഹായിക്കും നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പം ഇതുവരെ വന്നില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാക്കണം മക്കളൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ ചായ അടിക്കുന്നുണ്ട്. അപ്പോൾ അവർ കുപ്പായ ഇടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അവരെപ്പോഴും പറയും കുപ്പായ ഇടാതെ വെച്ച് വീഡിയോ എടുക്കരുത് കേട്ടോ പറയും. അതുകൊണ്ടാണ്. പിന്നെ ചൂടായത് കാരണം മക്കൾ കുപ്പായ ഇടില്ല. അപ്പോൾ മദ്രസ വിട്ട് വന്നതുകൊണ്ട് പിന്നെ വെയിലത്തല്ലേ, നല്ല ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ മക്കളുടെയൊക്കെ ചായയുടെയും പിന്നെ തിരുമ്പലും കുളിയും അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വന്നിരുന്നപ്പോഴൊക്കെ നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ പെയ്യും തോന്നിയിട്ട്, പക്ഷേ അങ്ങനെ അധികം വലിയ മഴ പെയ്യാനൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ചെറുതായിട്ട് തന്നെ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എന്താ മക്കൾ രണ്ടുപേരും അവിടെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനിതാക്കണം ഇങ്ങനെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് വന്നിരുന്നിട്ട്, കാരണം തുണിയാൾ തിരുമ്പിയത് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മഴ ഒന്ന് ചെറുതായിട്ട് പെയ്തു കേട്ടോ. അങ്ങനെ മഴയൊക്കെ അങ്ങോട്ട് പെയ്ത് ചോർന്നു കേട്ടോ. പിന്നെ പിന്നെ മക്കൾ എണീക്കാത്തതുകൊണ്ട് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനും കമൻറ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.